ഡ്രൈ ഫ്രൂട്ട്സ് കുട്ടികൾക്കൊക്കെ ചുമ്മാ കൊടുത്താൽ കഴിക്കാൻ ഒരു മടി കാണിക്കില്ലേ? ഇതുപോലൊരു ലഡു ആക്കി കൊടുത്താലോ? ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. മുതിർന്നവർക്കും ആരോഗ്യത്തിന് വളരെ നല്ലതാട്ടോ. അപ്പം നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളൊരു 1/4 കപ്പ് സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ ചേർത്ത് തീ മൈൽഡായിട്ട് വെച്ച് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് മൂത്തൊന്നും പോകണ്ട, ചെറുതായിട്ട് ഒരു 3-4 മിനിറ്റൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സെറ്റ് നട്ട്സ് എടുക്കാം. ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട്സ്, ഒരു 1/2 കപ്പ് ബദാം, ഒരു 1/4 കപ്പ് പിസ്ത. ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് അത് മാറ്റി വയ്ക്കാം. 1 കപ്പ് ഡേറ്റ്സ് എടുക്കാം. അതിലൊരല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒരല്പം നെയ്യിൽ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആ 2 സെറ്റ് നട്ട്സും പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന ഡേറ്റ്സിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഉരുളകളാക്കി പിടിച്ച് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ദിവസം ഓരോന്ന് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ.